ചേച്ചിമേ. ആ ചന്ദ്രമോളെ, അവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായോ? എന്റെ പൊന്നു ചേച്ചിമേ, ഗൂഢാലോചന എന്തിനാ? നമ്മൾ പറയുന്നൊന്നും സിദ്ധുവേട്ടൻ കേൾക്കില്ല. വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലൊരു ജീവിതം. അവൻ കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചോളാം. നമ്മൾ വരച്ച കളത്തിലേ, നമ്മൾ ഒരുക്കുന്ന കെണിയിലേ അവൻ വന്ന് വീണോളൂ. ചേച്ചിയമ്മയുടെ ചന്ദ്രമോളെ എടുത്തു ചാടി ആവേശമൊന്നും കാണിക്കാതിരുന്നാ മതി. ഇല്ല ചേച്ചിമേ, സിദ്ധുവിന്റെ സ്നേഹം കിട്ടും വരെ ഞാനിങ്ങനെ നിൽക്കും, ഒരു നായയെ പോലെ. പക്ഷേ നായകൾ പലതരം ഉണ്ട് ചേച്ചിമേ. അനുസരണയോടെയുള്ള വാലാട്ടികൾ, ഒബീഡിയന്റ്. പിന്നെ ഗാർഡ് ഡോഗ്, സംരക്ഷകർ. അത് കഴിഞ്ഞ് ഹണ്ടർ ഡോഗ്, വേട്ടനായ, ഇരപിടി. ഇതില് ഞാൻ ഏത് കാറ്റഗറി വരുമെന്ന് എനിക്ക് പോലും അറിയില്ല. മോളെ, ഞങ്ങളുടെ അരുമക്കുട്ടി പോരെ. അളിയ, പുതിയ ഡെവലപ്മെന്റ്സ് അറിഞ്ഞോ? എന്താ അളിയ? അതല്ലേ രസം. മരിച്ചുപോയ സുധിയുടെ വീട്ടിലേക്ക് പോണമെന്ന് എന്റെ ഭാര്യയ്ക്കും, അതായത് അളിയന്റെ പെങ്ങക്കും മറ്റേ നരന്ത് പങ്കൊച്ചനും ഒരേ വാശി. സുധിയേടന്റെ വീട്ടിൽ പോവാനോ? എന്തിന്? വയ്യാതെ കിടക്കുന്ന നിത്യയെ കാണാനെന്നാ പറയുന്നേ. നമുക്ക് തടയാൻ പറ്റുമോ അളിയ? അവര് പോയി കാണട്ടെ സിദ്ധു. നിനക്കുള്ള അതേ ഉത്തരവാദിത്വം അവർക്കും ഉണ്ടല്ലോ. ഉത്തരവാദിത്വമൊക്കെ ഓക്കെ, പക്ഷേ ഉദ്ദേശശുദ്ധിയാണ് സംശയം. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. ചേച്ചിമേ, ചേച്ചിമേ. എന്താ? അല്ല, ചേച്ചിയുടെ ഉദ്ദേശം എന്താ? ചപ്പാത്തി ഉണ്ടാക്കണം, അതിന് നല്ലൊരു സാമ്പാറും വെക്കണം. ചേച്ചി, എനിക്കിത് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അയ്യോടാ.